നമുക്കിന്ന് ഏട്ടമീൻ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ, ഏട്ടമീൻ വറുത്തരച്ച് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിനാവശ്യമായ ഒരു ചെറിയ ഏട്ട മുറിച്ച് കഴുകി ഉപ്പും കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പെരക്കി വെച്ചതാണത്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ചെറിയ ഉള്ളി, ചെറിയ പച്ചമുളക്, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുണ്ട്, ഒരു തണ്ട് കരിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി വറുത്ത് വെച്ചതാണ്. അപ്പോൾ വറുക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, അപ്പോൾ വറുത്ത് വെച്ചതാണ്. അപ്പം നമുക്ക് ഇതെല്ലാം ഇതിനകത്തോട്ട് ചേർത്തിട്ട് പിന്നെ അടുപ്പത്ത് വെക്കാം. അതിന് ശേഷം ഇത് ആവശ്യത്തിനുള്ള കുടംപുളി, 3 ചെറിയ കഷ്ണം കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനകത്തോട്ട് ആ ചെറിയ ഉള്ളി ചേർത്തു, പച്ചമുളക് ചേർത്തു, പൊടിയായി കൊത്തി അരിഞ്ഞ ഇഞ്ചി ചേർത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില ചേർത്തു, ചെറിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത്, പിന്നെ വറുത്ത് വെച്ച മല്ലിയും മുളകും കൂടി ചേർത്തു. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുടംപുളി, ചെറിയ 2 കഷ്ണം കുടംപുളി. അത് കഴുകി വെള്ളത്തിലിട്ടതായത് കാരണം നമുക്ക് ഈ വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാം. അത് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിത് വേവണ്ടേ, കാരണം മറ്റുള്ള മീൻ പോലെയല്ല, ഇത് കുറച്ച് വേവ് കൂടുതലില്ല മീനാണ്. നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയാണ്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ, ഒരുപാട് തേങ്ങ എടുത്തിട്ടില്ല. നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം. ഇപ്പം നമ്മളെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട്, നല്ലോണം വെന്ത് എണ്ണ തെളിയുന്ന കാണുന്നില്ലേ. അപ്പം നമുക്കതിനകത്തോട്ട് വറുത്തരച്ച ഈ തേങ്ങ ഇതിനകത്തോട്ട് ഒഴിക്കാം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മിക്സിയിൽ ജാറിനകത്ത് അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാം. നമ്മളിപ്പോൾ അതിനകത്തോട്ട് വറുത്ത തേങ്ങ കൂടി ചേർത്തു. ഇനി ഒന്ന് ചെറിയതായിട്ട് തിളക്കണം. കുറച്ച് തിളച്ച് കുറുകണം. അത് നമുക്കത് മൂടി വെക്കാം. ഉണ്ടോ, നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. അപ്പം നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉള്ളി നല്ല മുരിഞ്ഞ് വരണം, നല്ല സ്വർണ്ണ നിറാവില്ലേ, നല്ല പറയുന്നില്ലേ, ഗോൾഡൻ കളറെല്ലാം ആകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വറുത്ത് ഒഴിക്കാം. അപ്പം നമ്മൾ പിന്നെ കടുകും സവോളയും കരിവേപ്പിലയും കൂടി വറുത്തൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ല മീൻ കറി റെഡി ഉണ്ടോ, നല്ല ഏട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കേ.